ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേയിങ് പാർട്ട് 3 വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് സർവേയിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ലീനിയർ മെഷർമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ചെയിനിങ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയിൻസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെയിനുകളാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ടേപ്സ് ആണ്. ടേപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെയിനിനെ പോലെ തന്നെ ഒരു ചെയിനിങ് ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ടേപ്പ് എന്ന് പറയുന്നത്. ടേപ്പ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ആക്യുറേറ്റ് മെഷർമെന്റ് കിട്ടാനാണ്. ചെയിനിനേക്കാളും ആക്യുറസി കൂടുതലായിരിക്കും ടേപ്സിന്. ഓക്കെ, അപ്പോ ടേപ്പിന്റെ മെറ്റീരിയൽ ബേസ്ഡിൽ ഒരു 4 ടൈപ്പ് ഡിഫറെന്റ് ടൈപ്സ് ടേപ്സ് നമുക്ക് നോക്കാനുണ്ട്. ഒരു 4 ടൈപ്പ് ടേപ്സ് നോക്കാനുണ്ട്. ആദ്യത്തെന്ന് പറയുന്നത് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് ആണ്. പേര് കേൾക്കുന്നത് അറിയാം, ഈ ടേപ്പ് ക്ലോത്ത് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തുണി കൊണ്ടാണ്, ലിനൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ ടേപ്പ് എന്ന് പറയുന്നത് ഒരു 12 to 15 mm വൈഡ് ആയിരിക്കും, വാർണിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, തുണി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് ഒരു റഫ് മെഷർമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സബ്സിഡിയറി മെഷർമെന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. റഫ് അല്ലെങ്കിൽ സബ്സിഡിയറി മെഷർമെന്റിന് വേണ്ടി മാത്രമേ നമ്മൾ ലിനൻ ടേപ്പ് ഉപയോഗിക്കാറുള്ളൂ. ഇത് 10 മീറ്റർ, 20 മീറ്റർ, 25 മീറ്റർ, 30 മീറ്റർ വരെ ഈ ടേപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഫിഗറിൽ കാണുന്ന ഒരു ബ്രാസ് ഹാൻഡിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് നമ്മൾ റഫ് മെഷർമെന്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുണി ആയതുകൊണ്ട് തന്നെ ഇത് മോയ്സ്ചർ അറ്റാക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഡാംപ്നെസ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മോയ്സ്ചർ ഒക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷർമെന്റ് ഭയങ്കര എളുപ്പമായിരിക്കില്ല, അല്ലെങ്കിൽ കിട്ടുന്ന മെഷർമെന്റ് എന്തായിരിക്കില്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ റഫ് മെഷർമെന്റ് വേണ്ടി മാത്രം നമ്മൾ ക്ലോത്ത് ടേപ്പ് ഉപയോഗിക്കാറുള്ളൂ. അത് മാത്രമല്ല, നമ്മളിത് സ്ട്രെച്ച് ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടേപ്പിന്റെ ലെങ്ത് തന്നെ മാറാനുള്ള ചാൻസും ഉണ്ട്, അല്ലെങ്കിൽ ലെങ്ത് മാറും. ഓക്കെ, അതാണ് നമ്മുടെ ലിനൻ ടേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോത്ത് ടേപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് മെറ്റാലിക്. മെറ്റാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നതാണ് മെറ്റാലിക് ടേപ്പ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ക്ലോത്ത് ടേപ്പിന്റെ കൂടെ നമ്മൾ ബ്രോൺസിന്റെയോ ബ്രാസിന്റെയോ കോപ്പറിന്റെയോ സ്മോൾ സ്ട്രിപ്പുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കും. നമ്മൾ ക്ലോത്ത് ടേപ്പിനെ നമ്മൾ ബ്രോൺസോ ബ്രാസോ സ്ട്രിപ്പുകൾ ചേർത്ത് അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന ഒരു ടേപ്പാണ് മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ട്രെച്ചിങ്ങും ട്വിസ്റ്റിംഗ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ക്ലോത്ത് ടേപ്പിന്റെ സ്ട്രെച്ചിങ്ങും ട്വിസ്റ്റിംഗ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് 15 mm തിക്ക് ആയിരിക്കും, തിക്നെസ് കുറച്ച് കൂടുതലായിരിക്കും, ലൈറ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഇത് മറ്റേ ടേപ്പ് പോലെ 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 50 മീറ്റേഴ്സിനൊക്കെ ടേപ്പ് അവൈലബിൾ ആണ്. ബ്രാസ് ഹാൻഡിൽ ഉണ്ട്, അല്ലെങ്കിൽ ബ്രാസ് അല്ല, അവിടെ മെറ്റാലിക് ഹാൻഡിലാണുള്ളത്. മെറ്റാലിക് ടേപ്പിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് സ്റ്റീൽ ടേപ്പാണ്. സ്റ്റീൽ ടേപ്പ് ഈ ഫിഗറിൽ കാണുന്ന നമ്മുടെ സ്റ്റീൽ ടേപ്പ് എന്ന് പറയുന്നത് അത് 6 to 10 mm വൈഡ് ആയിരിക്കും, 6 തൊട്ട് 10 mm വൈഡ് ആയിരിക്കും. അത് മെഷർമെന്റ് ആക്യുറേറ്റ്ലി ഗ്രാജുവേറ്റഡ് ആയിരിക്കും. അതും 10 മീറ്ററും 20 മീറ്റർ, 30 മീറ്റർ, 50 മീറ്റേഴ്സിനൊക്കെ ഈ ടേപ്പ് അവൈലബിൾ ആണ്. ബ്രാസ് ഹാൻഡിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് സ്റ്റീൽ ടേപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവാർ ടേപ്പ് ആണ്. ഇൻവാർ ടേപ്പ് എന്ന് പറയുമ്പോൾ ഈ ടേപ്പ് ഉപയോഗിക്കുന്നത് ഹൈ പ്രിസിഷൻ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്, ഹൈ പ്രിസിഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവാർ ടേപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇൻവാർ എന്ന് പറയുന്നത്, ഈ ടേപ്പ് ഇൻവാർ എന്ന് പറയുന്നത് നിക്കലിന്റെയും സ്റ്റീലിന്റെയും ഒരു അലോയ് ആണ്. ഒരു അലോയ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നിക്കലിന്റെ പെർസെന്റേജും സ്റ്റീലിന്റെ പെർസെന്റേജും അറിഞ്ഞിരിക്കണം. നിക്കലിന് 36% നിക്കലും സ്റ്റീല് 64% ആണ് ഇൻവാറിൽ ഉണ്ടാവുക. ഇത് ഹൈ പ്രിസിഷൻ വർക്കിലാണ് ഉപയോഗിക്കുന്നത് പറയാൻ കാരണം ഇത് ടെമ്പറേച്ചർ അഫക്ട് ചെയ്യില്ല. ഇതിന് ലോ
കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. ലോ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് ഇൻവാറിനുള്ളത്. ഓക്കെ, ഇതും 6 mm വൈഡ് ആണ്. 20 മീറ്റർ, 30 മീറ്റർ, 100 മീറ്ററിന് വരെ ഇൻവാർ ടേപ്പുകൾ അവൈലബിൾ ആണ്. സോ ഹൈ പ്രിസിഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവാർ ടേപ്പുകൾ ഉപയോഗിക്കുക. നിക്കലിന്റെയും സ്റ്റീലിന്റെ അലോയി ആണ്. ലോ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. ആ വാല്യൂ ഒന്ന് നോക്കി വെക്കുക. ഇതാണ് നമ്മുടെ ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 4 ടൈപ്പ് ടേപ്പുകൾ നോക്കി. ഇനി അടുത്ത ചെയിനിങ് ഇൻസ്ട്രുമെന്റ് ആണ് നോക്കാൻ പോകുന്നത് ആരോസ്. അപ്പോ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ആരോസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണുന്നതാണ് ആരോസ്. ആരോസിന് നമ്മൾ മാർക്കിംഗ് പിൻസ് അല്ലെങ്കിൽ ചെയിനിങ് പിൻസ് എന്ന് പറയാറുണ്ട്. നമ്മൾ മെഷർമെന്റ് അല്ലെങ്കിൽ ചെയിനിങ്ങിന്റെ സമയത്ത് എപ്പോഴാണ് ഈ ആരോസ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ 2 പോയിന്റ് എ എന്നും ബി എന്നുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ചെയിന് എന്തായിരിക്കില്ല, സഫീഷ്യന്റ് ആയിരിക്കില്ല. ഒരു ചെയിൻ മെഷർ ചെയ്ത് പിന്നെ അതിന്റെ ആ പോയിന്റിൽ നിന്ന് അടുത്ത ചെയിൻ നമുക്ക് പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഫുൾ മെഷർമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോ ഒരു ചെയിനിന്റെ ലെങ്ത് മെഷർ ചെയ്ത് കഴിയുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആരോസ് ഫിക്സ് ചെയ്യുക. ഓരോ ചെയിൻ ലെങ്തും കഴിയുന്ന അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആരോസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഈ നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ ഈ ആരോസ് എന്ന് പറയുന്നത് എന്താണ്, 4 mm ഡയമീറ്റർ ഉള്ള ഹാർഡൻഡ് ആയിട്ടുള്ള ടെമ്പേർഡ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് ബ്ലാക്ക് ഇനാമൽഡ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത്, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 to 50 സെന്റിമീറ്റർ വരെ ആകാം. 25 to 50 സെന്റിമീറ്റേഴ്സ്. കോമൺലി യൂസ് ചെയ്യുന്നത് 40 സെന്റിമീറ്റർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ ഈ ആരോയ്ക്ക് താഴെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സൈഡില് ഒരു പോയിന്റഡ് ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഉണ്ടാവുക. പോയിന്റഡ് ആയിട്ടുള്ള ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഉണ്ടാവുക. മറ്റേ എൻഡിലൊരു ലൂപ്പാണ് അല്ലെങ്കിൽ ഒരു റിംഗ് ഷേപ്പ് ഒരു പോർഷൻ ആണ് ടോപ്പിൽ ഉണ്ടാവുക. ഒരു 5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ലൂപ്പാണ് ഉണ്ടാവുക. അത് നമ്മുടെ ഹാൻഡ്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ചെയിനിന് 10 ആരോസ് ആണ് യൂഷ്വലി സപ്ലൈ ചെയ്യാറ്. ഒരു ചെയിനിന് 10 ആരോസ് കൂടെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആരോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് വുഡൻ പെഗ്സ്. വുഡൻ പെഗ്സ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന നമ്മുടെ വുഡൻ പെഗ് എന്ന് പറയുന്നത്, ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റുകൾ മാർക്ക് ചെയ്യാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റ്സ് എയും ബിയും തമ്മിൽ 2 പോയിന്റുകളുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ എയും ബിയും ആണ് നമ്മുടെ എന്ത്, സ്റ്റേഷൻ പോയിന്റ്സ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ്. അപ്പൊ 2 സ്റ്റേഷൻ പോയിന്റ് എന്റെ അവിടെയും ബിന്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, വുഡൻ പെഗ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 3 സെന്റിമീറ്റർ സ്ക്വയർ ടിമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇത് 15 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും. നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ ഒരു എൻഡ് എന്തായിരിക്കും, ടാപ്പേഡ് ആയിരിക്കും അല്ലെങ്കിൽ പോയിന്റഡ് ആയിരിക്കും ഗ്രൗണ്ടിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട്. നമ്മളിത് ഗ്രൗണ്ടിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 15 സെന്റിമീറ്റർ ലോങ് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 4 സെന്റിമീറ്റർ എങ്കിലും 4 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിന് മുകളിൽ പ്രൊജക്ട് ചെയ്തിരിക്കണം. നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു 4 സെന്റിമീറ്റർ നമുക്ക് ഗ്രൗണ്ടിന്റെ മുകളിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം വുഡൻ പെഗ് ഗ്രൗണ്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് റേഞ്ചിങ് റോഡാണ്. നമ്മൾ ഈ ഫിഗറിൽ കാണുന്നതാണ് റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ റേഞ്ചിങ് റോഡ് നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സർവേ ലൈൻസിലെ ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ റേഞ്ച് ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ എ എന്നും ബി എന്നും നമ്മൾ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് സി എന്നോ ഡി എന്നുള്ള 2 പോയിന്റുകൾ വേറെ ഇന്റർമീഡിയറ്റ് പോയിന്റ് വരികയാണ്. ആ 2 പോയിന്റുകൾ സിയും ഡി എന്നുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ റേഞ്ച് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റേഞ്ചിങ് റോഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ലോങ് ആയിരിക്കും. 3 സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും. യൂഷ്വലി ഉപയോഗിക്കുന്നത് 2 മീറ്റർ ലോങ് റേഞ്ചിങ് റോഡ്സ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇതിന്റെ ഒരു എൻഡ് എന്തായിരിക്കും, പോയിന്റഡ് ആയിരിക്കും. ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി 2 പോയിന്റഡ് ആയിരിക്കും. പിന്നെയുള്ള പോർഷൻസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ബാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 20 സെന്റിമീറ്റർ ബാൻഡാണ്. അവിടെ വൈറ്റ് പെയിന്റ് ആയി അടിച്ചിട്ടുണ്ടാവുക. അടുത്ത 20 സെന്റിമീറ്റർ ബാൻഡില് ബ്ലാക്ക്.
പിന്നെ വൈറ്റ്, പിന്നെ ബ്ലാക്ക്. ഓൾട്ടർനേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെഡ് വൈറ്റ് ബാൻഡ്സ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ബ്ലാക്കിന്റെ സ്ഥാനത്ത് റെഡ് ബാൻഡുകളും പ്രൊവൈഡ് ചെയ്ത് നമുക്ക് റേഞ്ച് റോഡ് അവൈലബിൾ ആണ്. ഇത് വെൽ സീസൺഡ് സ്ട്രെയിൻ ഗ്രൈൻഡ് ടിമ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 200 മീറ്ററിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് കാണാൻ പറ്റില്ല റേഞ്ച് റോഡ്. ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ടോപ്പിൽ ഒരു ഫ്ലാഗ്, യെല്ലോ റെഡ് അല്ലെങ്കിൽ വൈറ്റ് ഫ്ലാഗ് നമ്മൾ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് വെക്കും. അത് കുറച്ചുകൂടെ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട്, ആ റേഞ്ച് റോഡ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് റേഞ്ചിങ് പോളാണ്. റേഞ്ചിങ് പോൾ എന്ന് പറയുന്നത് നമ്മൾ റേഞ്ചിങ് റോഡ് പോലെ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ഡയമെൻഷൻസ് കൂടുതലായിരിക്കും. അതിന് 4 തൊട്ട് 8 മീറ്റർ ലോങ് ആയിരിക്കും. ഒരു 6 to 10 സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും. നല്ല ഡയമീറ്റർ ഉണ്ടാവും, നല്ല ലെങ്ത് ഉണ്ടാവുന്ന ടൈപ്പാണ് എന്ത് റേഞ്ചിങ് പോൾസ് എന്ന് പറയുന്നത്. പർപ്പസ് സെയിം തന്നെയാണ്, നമ്മൾ റേഞ്ചിങ് റോഡിന്റെ സെയിം പർപ്പസ് തന്നെയാണ് റേഞ്ചിങ് പോൾസിന് വരിക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫ്സെറ്റ് റോഡുകളാണ്. ഓഫ്സെറ്റ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഗറിൽ കാണുന്ന ഓഫ്സെറ്റ് റോഡ് നമ്മുടെ റേഞ്ചിങ് റോഡ് പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ, മാക്സിമം 3 മീറ്റർ ലോങ് ആണ് ഉണ്ടാവുക. 3 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ് ഇതിലുണ്ടാവുക. ഇത് നമ്മുടെ റേഞ്ചിങ് റോഡ് പോലെ ഒരെൻഡ് എന്തായിരിക്കും, പോയിന്റഡ് ആയിരിക്കും. പോയിന്റ് ആവാനായിട്ട് അയൺ ഷൂ എന്തെങ്കിലും ഉപയോഗിക്കും. പിന്നെ ടോപ്പിലേക്ക് ഓൾട്ടർനേറ്റ് വൈറ്റ് റെഡ് ബാൻഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ബാൻഡുകൾ അല്ലെങ്കിൽ വൈറ്റ് റെഡ് ബാൻഡുകൾ ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. ടോപ്പിൽ ഒരു ഹൂക്ക് ഉണ്ടാവും. ആ ഹൂക്ക് നോച്ച് എന്ന് പറയുന്നത് നമുക്ക് ചെയിന് പുഷ് ചെയ്യാനോ പുള്ളി ചെയ്യാനോ, ചെയ്യുന്ന സമയത്ത് ചെയിന് പുഷ് ചെയ്യാനോ പുള്ളി ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഓഫ്സെറ്റ് റോഡുകൾ ഉപയോഗിക്കുക. ഇത് വെൽ സീസൺഡ് സ്ട്രെയിറ്റ് ഗ്രൈൻഡ് ടിമ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, റഫ് ഓഫ്സെറ്റുകൾ, ഓഫ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ്സെറ്റ് പോയിന്റുകൾ മെഷർ ചെയ്യാനാണ് നമ്മൾ ഓഫ്സെറ്റ് റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് പ്ലംബോബ് ആണ്. പ്ലംബോബ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ വീട്ടില് പണി എന്തെങ്കിലും ബ്രിക്ക് മേസണറിയിൽ വരെ നമ്മൾ പ്ലംബോബുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ പ്ലംബോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ചെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോയിന്റ്സ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ ഈ റേഞ്ചിങ് റോഡ് എന്ത് ചെയ്യാൻ വെർട്ടിക്കലി നിർത്താനായിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്ലംബോബുകൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല, അല്ലെങ്കിൽ ലൈൻ റേഞ്ചിൽ നിന്നും എന്താണ് പോയിന്റ്സ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, പ്ലംബോബ് ഉപയോഗിക്കാറുണ്ട്. എന്തിനൊക്കെയാണ്, സ്ലോപ്പിംഗ് റോഡിൽ നമ്മൾ ചെയിൻ ചെയ്യുന്ന സമയത്ത് പോയിന്റ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ റേഞ്ചിങ് റോഡ് വെർട്ടിക്കലാക്കി വെക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടാണ്ട് ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ്, തിയോഡലൈറ്റ് പോലുള്ള ഇൻസ്ട്രുമെന്റിന്റെ സെറ്റിംഗ് അപ്പിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, പ്ലംബോബുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ സ്ലാത്ത് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യാനാണ്. ഇപ്പൊ റേഞ്ചിങ് റോഡിന്റെ അഭാവത്താൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാസ്റ്റർ സ്ലാത്ത് ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അത് 1/2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ലോങ് ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡ് വുഡ് ഒന്നും ആയിരിക്കില്ല, സോഫ്റ്റ് വുഡ് ആയിരിക്കും, ലൈറ്റ് ഇൻ കളർ ആയിരിക്കും, ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും ഈ പ്ലാസ്റ്റർ സ്ലാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ചെയിനിങ് ആണ് നോക്കിയത്. ടൈപ്സ് ഓഫ് ടേപ്പ്, ആരോസ്, വുഡൻ പെഗ്, റേഞ്ചിങ് റോഡ്, ഓഫ്സെറ്റ് റോഡ് ഒക്കെ നമ്മൾ നോക്കി. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം പറയാന്ന് പറഞ്ഞാല് ഓഫ്സെറ്റ് റോഡ് പോലെ ഒരു വേറൊരു റോഡ് ഉണ്ട്, ബട്ട് റോഡ് എന്ന് പറയും. അത് നമ്മൾ ഓഫ്സെറ്റ് റോഡ് പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം സിമിലർ ആണ്. അത് ആർക്കിടെക്ട്സും സർവേസും മറ്റും ബിൽഡിംഗ് സർവേസ് ഒക്കെയാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ബട്ട് റോഡ് എന്ന് പറയുന്ന ഒരു റോഡും കൂടെ സർവേസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു.